ഇൻസ്റ്റന്റ് മാനിഫെസ്റ്റേഷൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? പല ആളുകളുടെയും സബ് കോൺഷ്യസ് മൈൻഡിന്റെ മുകളിൽ ബഗ് ഇങ്ങനെ നിറഞ്ഞു തുളുമ്പി ഇങ്ങനെ നിൽക്കുകയാണ്. ഓക്കെ, അതിനെ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇൻറ്റ്യൂഷൻ എന്തും വർക്കാകും. എന്താണോ വേണ്ടുന്നത് അത് ചിന്തിക്കാനേ പറഞ്ഞിട്ടുള്ളൂ. പേളിമാണിയുടെ കേസ് അപ്പോഴും മെന്റർ എന്ന് പറഞ്ഞ പേളിമാണിയുടെ മെന്റർ എന്ന് പറയുന്നത് പേളിമാണിയുടെ ഫാദർ ആണെന്ന് കേട്ടു. പേളിമാണിയുടെ ഗ്രോത്തിന്റെ അൾട്ടിമേറ്റ് എന്ന് പറയുന്നത് വളർത്തുഗുണാണ്. സീരിയസ്ലി വളർത്തുഗുണാണ്. ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും എവിടെങ്കിലും ഇത്തരത്തിലുള്ള സ്ട്രഗിൾ കൂടെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോളൂ, അവിടുന്ന് എണീറ്റ് നടക്കാൻ വേണ്ടി തീരുമാനിച്ചോളൂ. ഡെഫിനറ്റ്ലി നിങ്ങളുടെ ജീവിതത്തിൽ എണീറ്റ് നടക്കാൻ തീരുമാനിച്ച കുറച്ച് സമയത്തിനുള്ളിൽ അത്ഭുതങ്ങൾ സംഭവിക്കും. എൻ്റെ ജീവിതമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അത്ഭുതങ്ങൾ സംഭവിക്കും. ഇപ്പം വൈശാഖ് എന്ത് ചിന്തിച്ചാലും ആഗ്രഹിച്ചാലും അത് നടക്കുമെന്നൊരു കോൺഫിഡൻസ് ഉണ്ട്. ലാലേട്ടനൊരു അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ഒന്നും ആഗ്രഹിക്കാറില്ല, കാരണം ഞാൻ ആഗ്രഹിച്ചാൽ അത് നടക്കും. ലാലേട്ടൻ്റെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വാക്കുകളല്ലേ അത്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ എല്ലാവർക്കും കോൺഫിഡൻസ് ഉണ്ടാവണ്ടേ. അത്രയും ലൈറ്ററായിട്ടാണ് പുള്ളിയുടെ ലൈഫിനെ കാണുന്നത്. മാനിഫെസ്റ്റേഷൻ നമ്മളുടെ ലൈഫിൽ ഒരു പോസിറ്റിവിറ്റി സംഭവിക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട നമ്മളുടെ അപ്രോച്ച് ഇങ്ങനെ ആയിരിക്കണം. ലാലേട്ടൻ എന്താ പറഞ്ഞത്? ഞാൻ ഒന്നും ആഗ്രഹിക്കാറില്ല, ഞാൻ ആഗ്രഹിച്ചാൽ എനിക്കത് കിട്ടും. അത് ഉറപ്പ്. അത് അത്രമാത്രം ഉറപ്പിൻ്റെ മേലെ പറയുന്നത്. ഓക്കെ, വേണ്ടുന്ന ആഗ്രഹിച്ചാൽ കിട്ടും. ഈ സിംപ്ലിസിറ്റി ഉണ്ടാവണം. ഒരു രൂപ ആഗ്രഹിക്കുന്ന പോലെ നമുക്ക് 1 കോടി ചിന്തിക്കാൻ വേണ്ടി കഴിയുന്ന സമയത്ത് നമുക്ക് 1 കോടി കിട്ടും. സിമ്പിൾ, അത്രയേ ഉള്ളൂ. അതിനുള്ള വഴി എങ്ങനെയെങ്കിലുമൊക്കെ ആയിട്ട് വരും. അതിനുള്ള വഴി എങ്ങനെയെങ്കിലുമൊക്കെ ആയിട്ട് സാഹചര്യങ്ങൾ നമ്മൾ തന്നെ ഒരുക്കുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് വെറുതെ ചുമ്മാ നമ്മൾ ഇരുന്നിട്ട് ഈ സോഫയിൽ ഇരുന്നിട്ട് മാനിഫെസ്റ്റേഷൻ, ഞാൻ രാവിലെ തന്നെ ഇരിക്കുന്നു, തപസ്സിരിക്കുന്നു, ഇങ്ങനെ ഇരിക്കുന്നു, ഇതല്ല. ഇങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ അതിലേക്ക് വേണ്ടുന്ന ആക്ഷൻസ് എന്താണെന്നുള്ളത് നമ്മൾ മൈൻഡിലേക്ക് ചിന്തകളായിട്ട് വീണ്ടും വരും. അതിനെ നമ്മൾ ഡെവലപ്പ് ചെയ്യും, അതിന് വീണ്ടും നമ്മൾ ഡെവലപ്പ് ചെയ്യും, എന്നിട്ട് നമ്മൾ അതിൻ്റെ ആക്ഷൻസിലേക്ക് നമ്മൾ പോകും. അങ്ങനെ ഘട്ടമായിട്ട് ആ ഒരു സമയത്തിനനുസരിച്ച് നമ്മൾക്ക് അത് വരുന്നുണ്ടാവുള്ളൂ. ഇൻസ്റ്റന്റ്ലി വരില്ല. അങ്ങനെ ചിന്തിക്കുന്നത് വന്ന പ്രശ്നമല്ലെന്നേ. എന്നെ ഒരു ആന കുത്താൻ വരുന്നു, ഞാനങ്ങ് ചിന്തിച്ചു കഴിഞ്ഞാൽ ആന വരുന്നു, കുത്തുന്നു, മരിക്കുന്നു, കഴിഞ്ഞില്ലേ? സിമ്പിളായി കഴിഞ്ഞില്ലേ? തീരുമാനമായില്ലേ? അപ്പൊ അങ്ങനെ വരില്ല. അതിന്റെ ഫ്രീക്വൻസി, ആ ഇമോഷൻസും കൂടി അതിൽ കണക്ട് ചെയ്തിട്ട് അതിന്റെ ഫ്രീക്വൻസി മാച്ച് ആവുന്ന സമയത്താണ് അത് കിട്ടുക. ഇൻസ്റ്റന്റ് മാനിഫെസ്റ്റേഷൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഞാൻ നേരത്തെ പറഞ്ഞതാണ് ഇൻസ്റ്റന്റ് മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്. പല ആളുകളും അതിൽ നെഗറ്റീവ് കമൻറ്റ് ഇട്ടവരുണ്ട്, പോസിറ്റീവ് കമൻറ്റ് ഇട്ടവരുണ്ട്. 24 hours ഉള്ളിൽ മാനിഫെസ്റ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നിങ്ങളൊരു ബട്ടർഫ്ലൈ യെല്ലോ ബട്ടർഫ്ലൈ കാണുന്നതായിട്ട് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യും. ഓക്കെ, നിങ്ങൾ സ്ട്രോങ് മാനിഫെസ്റ്റർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളത് രാവിലെ ഇന്ന പ്രോസസ്സ് ചെയ്തിട്ട് കഴിഞ്ഞാൽ 24 മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും എന്നുള്ളത് ഡെഫിനറ്റ്ലി നടക്കും. എന്നോടൊരു രണ്ട് ഉദാഹരണം അതിനെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ആ വീഡിയോ ഇട്ടപ്പോൾ ഒരു കമൻറ്റ്, എവിടെ പൊട്ടാ, ഞാനിവിടെ ദുബായിലാണടാ, ഇവിടെ മരുഭൂമിയിൽ എവിടെ പൂമ്പാറ്റ, ഒരു ആൻസർ. ഇതേ ദുബായിൽ നിന്ന് തന്നെ അടുത്ത ആള്, താങ്ക് യു വെരി മച്ച് സാർ, ഞാൻ കണ്ടു കേട്ടോ, ഞാൻ വെറുതെ ചുമ്മാ ഫോൺ സ്ക്രോൾ ചെയ്യായിരുന്നു, അതിൽ യെല്ലോ ബട്ടർഫ്ലൈ, ഞാൻ ജീവനുള്ള കാരണം പറഞ്ഞിട്ടില്ല. ഇതിൽ നമ്മൾ എന്ത് രീതിയിലേക്ക് ഇതിനെ അപ്രോച്ച് ചെയ്യുന്നു എന്നുള്ളിടത്താണ് ഇതിൻ്റെ കാര്യം ഇരിക്കുന്നത്. എല്ലാം പോസിറ്റീവ്ലി നമ്മൾ അതിനെ അപ്രോച്ച് ചെയ്താൽ പോസിറ്റീവ്ലി നമുക്ക് അതിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഈ മണി മാനിഫെസ്റ്റേഷൻ അല്ലെങ്കിൽ പൈസ ഇല്ലാത്ത ഒരാൾ, മീൻസ് കറന്റ്ലി ആളുടെ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സിറ്റുവേഷൻ വന്നിട്ട് വളരെ ലോ ആണ്, ആൾക്ക് വീട് വയ്ക്കണം. വൈശാഖിൻ്റെ അടുത്ത് വരെയാണ്, എനിക്കൊരു വീട് വയ്ക്കണം എന്നാണ് ആഗ്രഹം, എൻ്റെ കയ്യിൽ 5 പൈസ ഇല്ല, ബഡ്ജറ്റ് ഇല്ല. അങ്ങനെ ഒരാൾക്ക് എന്ത് ഉപദേശമായിരിക്കും? അല്ലെങ്കിൽ എല്ലാവർക്കും ഒറ്റ ഉപദേശമുള്ളൂ, നമ്മൾ ഫ്രീക്വൻസി ഉയർത്തുക. എൻ്റെ കയ്യിൽ പൈസ ഇല്ല എന്ന് നിങ്ങൾ റിപ്പീറ്റഡ്ലി ചിന്തിച്ചാൽ പൈസ ഇല്ല. ഞാൻ 1 കോടി രൂപ എൻ്റെ കടബാധ്യത ഉള്ള സമയത്ത് ചിന്തിച്ചിരുന്ന തോട്ടം തരുന്നറിയോ, എനിക്ക് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി പോയിട്ട് ഡബിൾ MBA എടുക്കാൻ കഴിഞ്ഞു. അത്ര വലിയ എക്സ്പീരിയൻസ് ആണെന്ന്. ഞാൻ ഈ പറയുന്ന പോലെ സിമ്പിളൊന്നുമല്ല ഈ പറഞ്ഞ പരിപാടി. 1 കോടി രൂപ ബാധ്യതയുള്ള സമയത്ത് രാവിലെ ഫോൺ ബെല്ലടിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ വിറയ്ക്കും. മനസ്സിലായില്ലേ? ഏതവനാണോ ഇനി വിളിക്കാൻ വേണ്ടി പോകുന്നതെന്ന് പറഞ്ഞിട്ട്. മനസ്സിലായില്ലേ? ബാങ്കിൽ നിന്ന് വരും ആളുകൾ വരും. മനസ്സിലായില്ലേ? ഇത്തരത്തിലുള്ള സിറ്റുവേഷൻസ് ഒക്കെ നമുക്ക് വരും. അപ്പോഴും നമ്മൾ ചിന്തിച്ചത് എന്താണ്? ബീർബൽ പറഞ്ഞ പോലെ ഈ നേരവും കടന്നു പോകും. മനസ്സിലായില്ലേ? ഈ നേരവും കടന്നു പോകും.
എന്ന് ചിന്തിക്കുക. നമ്മൾ പോസിറ്റീവ്ലി അതിനെ അപ്രോച്ച് ചെയ്യുക. പോസിറ്റീവ്ലി അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ വീട് എടുക്കണം, ₹1 കയ്യിലില്ല. ഓക്കെ, മാനിഫെസ്റ്റേഷൻ്റെ അടുത്ത പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഇതാണ്. നിങ്ങൾക്ക് എന്താണോ വേണ്ടുന്നത് അത് ചിന്തിക്കാനേ പറഞ്ഞിട്ടുള്ളൂ. എങ്ങനെ എന്നുള്ളത് നോക്കണ്ട. എങ്ങനെയെന്ന് അവിടെ ചിന്തിക്കുമ്പോഴാണ് എൻ്റെ ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ, അതാണ് എന്താണോ വേണ്ടുന്നത് ആഗ്രഹം. എങ്ങനെയെന്ന് ചിന്തിക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്? എൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ എനിക്ക് ബാധ്യതയാണ്, എൻ്റെ അക്കൗണ്ടിൽ ₹1 ഇല്ല, എനിക്ക് എടുക്കാൻ ഒരു സാഹചര്യം ഉണ്ടാവില്ല, ഇത് എങ്ങനെ എടുക്കാനാണാവോ? മനസ്സിലായില്ലേ? നമ്മൾ കൂടുതൽ ചിന്തിക്കുന്നത് ഈ പറയുന്ന എങ്ങനെയാലും ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാണ്. എന്താണോ വേണ്ടുന്നത്, നമ്മൾ എന്താണ് മാനിഫെസ്റ്റ് ചെയ്യേണ്ടത്, നമുക്ക് കൃത്യമായിട്ട് നമ്മൾ മനസ്സിൽ നമ്മൾ കാണുക. ഓക്കെ, ഞാൻ ആ വീടെടുക്കുന്നു, ഓക്കെ, വീടിൻ്റെ പണി നടക്കുന്നു, അപ്പം പൂജയ്ക്കൊക്കെ ആളുകൾ വരുന്നു, എന്നിട്ട് JCB വന്നിട്ട് ഫൗണ്ടേഷനുള്ള വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നു, അത് കഴിഞ്ഞിട്ട് ഫൗണ്ടേഷൻ ഇടുന്നു, അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മേലേക്ക് വീട് പണിയുന്നു, അത് കഴിഞ്ഞിട്ട് നമ്മൾ പല സ്ഥലങ്ങളിലേക്ക് പോയിട്ട് അതിൻ്റെ മെറ്റീരിയൽസൊക്കെ നോക്കുന്നു, ഇൻഫ്രാസ്ട്രക്ചർ കഴിയുന്നു, ഇൻറ്റീരിയർ കഴിയുന്നു, അത് കഴിഞ്ഞിട്ട് ഹൗസ് വാമിങ് കഴിയുന്നു, അത് കഴിഞ്ഞിട്ട് ആ വീട്ടിൽ താമസിക്കുന്നു. ഇങ്ങനത്തെ വിഷ്വൽസ് നമ്മളെ മൈൻഡിലേക്ക് കൊടുക്കുക. അതായത് ചുരുക്കം പറഞ്ഞാൽ നമ്മുടെ ദാസനും വിജയനും, എടാ ദാസ നമ്മൾ ചെയ്യുന്നു ആ ഒരു പരിപാടി. അതെ, ആ സാധനം നമ്മൾ കാണുക. പക്ഷെ ഇതിൽ വേറൊരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്ന ആളുകൾ തന്നെ ചെയ്യുന്നൊരു മിസ്റ്റേക്ക്, ഈ സാധനം വൺസ് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ, നമുക്കൊരു ഉറപ്പായി കഴിഞ്ഞാൽ, നമ്മളത് റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. എല്ലാ ദിവസവും ഇത് റിപ്പീറ്റഡ്ലി ചിന്തിച്ചുകൊണ്ടിരിക്കണം, ഒരിക്കലും ചിന്തിക്കേണ്ട ആവശ്യമില്ല. അത് ചിന്തിക്കുമ്പോഴാണ് ഇത് ഡിലേ ആവുക. ചില ആളുകൾ അത് റിപ്പീറ്റഡ്ലി വൺസ് നമ്മളത് ചിന്തിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് റിപ്പീറ്റഡ്ലി, നമുക്ക് ഉറപ്പില്ലാത്തതിനെ കൊണ്ടല്ല നമ്മളത് റിപ്പീറ്റഡ്ലി ചിന്തിക്കുന്നത്, നമുക്ക് ക്ലാരിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി. വൺസ് അത് സ്പെസിഫിക്കലി നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ, വിഷ്വലൈസ് ചെയ്ത് കഴിഞ്ഞാൽ, പിന്നെ വിട്ടേക്കണം. പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള ആക്ഷൻസിലേക്ക് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യണം. വിഷ്വലൈസ് ചെയ്തു, ഓക്കെ, ആ ഡെസ്റ്റിനി കണ്ടു, മനസ്സിൽ കണ്ടു, വിടുക. എന്നിട്ട് അതിൻ്റെ ആക്ഷൻസ് എങ്ങനെയായിരിക്കും, എൻ്റെ കയ്യിൽ ഇപ്പോൾ എത്രയാണ് പൈസ ഉള്ളത്, ഓക്കെ, അപ്പോൾ പിന്നെ ചിന്തകൾ വരും. ഓക്കെ, ഞാൻ ലയബിലിറ്റിയിലാണ്, അപ്പോൾ എനിക്ക് വന്ന പോലെ തന്നെ 1 CR ലയബിലിറ്റി ആയിരുന്നു. ഓക്കെ, അത് കഴിഞ്ഞ് ഞാൻ അപ്പോൾ അപ്പുറത്തെ സൈഡിൽ എൻ്റെ നിലവിലുള്ള സ്ഥാപനം ഞാൻ റൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 1 CR 2 CR ആവും, 2 CR 5 CR ആവും. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇത് മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നതിൽ അർത്ഥമില്ല, ഓക്കെ, ഞാനത് വേണ്ടാന്ന് വയ്ക്കുന്നു. അത് കഴിഞ്ഞ് പിന്നെ റിസർച്ച് ചെയ്യാണ് ഞാൻ എന്തായിരിക്കും നല്ലത്. അപ്പോൾ ഞാൻ അഗൈൻ എനിക്ക് ഒരു ഇ-കൊമേഴ്സിൻ്റെ ഒരു സ്ഥാപനം തുടങ്ങുന്നതായിരിക്കും നന്നാവുക. ഓക്കെ, അതിൽ റിസർച്ച് ചെയ്യുന്നു. അങ്ങനെ ഞാനൊരു ബെൽവറി എന്ന് പറയുന്ന ഒരു സ്ഥാപനം റൺ ചെയ്യുന്നു. അതിനോടൊപ്പം തന്നെ കോവിഡ് ടൈമാണ്, ഈ പറയുന്നതൊക്കെ ചിന്തിക്കുന്ന സമയത്ത് കോവിഡ് ടൈമാണ്. അതിനോടൊപ്പം തന്നെ എൻ്റെ ഈ പാഷൻ എന്ന് പറയുന്ന ഒരു ഏരിയയിൽ ഞാൻ കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യാനുള്ള സാഹചര്യങ്ങൾ, കോവിഡ് വളരെ മോശം സിറ്റുവേഷൻ എല്ലാവർക്കും, പക്ഷേ എനിക്കൊക്കെ സാഹചര്യങ്ങളായിരുന്നു, അത് ഓപ്പർച്യൂണിറ്റീസ് ആയിരുന്നു. എന്താണ്, സൂം എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം, ഗൂഗിൾ മീറ്റ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം ഒക്കെ ഉള്ളതാണെങ്കിൽ പോലും ആളുകൾക്ക് വിസിബിൾ അല്ലായിരുന്നു. ആ സമയത്ത് എല്ലാവരും അത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പഠിച്ചു. അപ്പം നമ്മൾ അതിനെ കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തി. ഞാൻ കൃത്യമായിട്ട് അതിൽ കൂടെ ക്ലാസ്സുകൾ കൊടുക്കാൻ വേണ്ടി തുടങ്ങി. അതിനുകൊണ്ട് തന്നെ ഇപ്പോൾ 10-15 രാജ്യങ്ങളിലുള്ള മലയാളീസ് എൻ്റെ കമ്മ്യൂണിറ്റിയിലുണ്ട്. മനസ്സിലായില്ലേ? ഇങ്ങനെയാണ് അതിൻ്റെ ആക്ഷൻസിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ച് നമ്മൾ ചെയ്യാൻ വേണ്ടി തുടങ്ങി. അങ്ങനെ ചെയ്യാൻ വേണ്ടി തുടങ്ങിയപ്പോൾ നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ സൈസ് ഇങ്ങനെ കൂടി രണ്ടിലും, ബെൽവറിയിലുള്ള കമ്മ്യൂണിറ്റിയുടെ സൈസ് കൂടി, CR വൈശ്യൻ അക്കാദമിയിലുള്ള കമ്മ്യൂണിറ്റിയുടെ സൈസ് കൂടി, നമ്മളിലേക്ക് ഓട്ടോമാറ്റിക്കലി, നമ്മൾ പണത്തിനെ ചേസ് ചെയ്യാൻ വേണ്ടി പോയില്ല, പണം ഓട്ടോമാറ്റിക്കലി നമ്മളെ കയ്യിലേക്ക് വരാൻ വേണ്ടി തുടങ്ങി. മനസ്സിലായി? ഇതേപോലെയാണ്. അങ്ങനെ ചിന്തിക്കുന്ന സമയത്ത് അവർക്ക് വേണ്ടുന്നതായിട്ടുള്ള ആക്ഷൻ കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടതായിട്ടുള്ള ഏരിയാസ് ഡെവലപ്ഡ് ആവും ഓട്ടോമാറ്റിക്കലി. ആ ഹൗ പാർട്ട് ഓട്ടോമാറ്റിക്കലി നമ്മൾ ചിന്തയുടെ ഭാഗമായിട്ട് വരും. ഇന്നത് ചെയ്താൽ നന്നായിരിക്കും, അതിൽ നിന്ന് നമ്മുടെ ഇൻറ്റ്യൂഷൻ പ്രോപ്പർലി വർക്കാകും. അതിൽ നിന്ന് നമ്മളൊരു സാധനം കൃത്യമായിട്ട് പിക്ക് ചെയ്യും. ആ പിക്ക് ചെയ്തിട്ട് നമ്മൾ അതിൽ ആക്ഷൻ കോൺട്രിബ്യൂട്ട് ചെയ്യും. അതിൻ്റെ അനന്തരഫലമായിട്ട് ആ വീട്ടിൽ നമ്മൾ കയറി താമസിക്കും. ഓക്കെ, ഞാൻ പറയുന്നത് ഈ ഇൻറ്റ്യൂഷനെ കുറിച്ച് പറഞ്ഞല്ലോ, ഒരു ഇൻറ്റ്യൂഷൻ ഓർ ഗട്ട് ഫീലിംഗ്. ഇപ്പൊ നമ്മളൊരു കാര്യം മാനിഫെസ്റ്റ് ചെയ്യാണ്, അല്ലെങ്കിൽ ലോ ഓഫ് അട്രാക്ഷനോടെ നേടിയെടുക്കാൻ ശ്രമിക്കുകയാണ്, പക്ഷെ നമുക്കൊരു ഇൻറ്റ്യൂഷൻ ഉണ്ടാവും. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഇൻറ്റ്യൂഷൻ ഒക്കെ നടന്നിട്ടുണ്ട്. എന്ത് ഞാൻ മൈൻഡിൽ നമ്മളൊരു കാര്യം തുടക്കത്തിൽ ചിന്തിക്കുകയല്ല, ഓട്ടോമാറ്റിക്കലി അത് വരും, ഇതിങ്ങനെയാണ് സംഭവിക്കാൻ പോകുന്നത്, നടന്നിട്ടുണ്ട്, നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും. അതെന്തുകൊണ്ടായിരിക്കും? ആ ഇൻറ്റ്യൂഷനിൽ സത്യമുള്ള കാര്യമാണ്. ഇൻറ്റ്യൂഷൻ എന്ന് പറയുന്നത് നമ്മുടെ ചിന്തയുടെ അനന്തരഫലമല്ലേ എന്ന് പറഞ്ഞാൽ. ഇൻറ്റ്യൂഷൻ എങ്ങനെയാണ് നമുക്കൊരു ഇൻറ്റ്യൂഷൻ വരുന്നത്? നമ്മളുടെ ഒരു നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് വളരെ
വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡാണ്. അതിന് നമ്മുടെ ഫ്യൂച്ചർ അറിയാം. അതാണ് നമ്മളുടെ ഇൻറ്റ്യൂഷനായിട്ട് വരുന്നത്. അപ്പൊ നമ്മൾക്ക് ആ അറിയുന്ന ഒരു ഇൻഡ്യൂഷൻ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും ഇഫ് ഇറ്റ് ഇസ് നെഗറ്റീവ്. പിന്നെ അതാണ് ഞാൻ പറയുന്നത്. ശീലങ്ങൾ, ചില ടിപ്പിക്കൽ ആയിട്ടുള്ള നമ്മുടെ ശീലങ്ങളെ നമ്മൾ കൃത്യമാക്കി മാറ്റി കഴിഞ്ഞാൽ ഓക്കെ. എത്ര ആളുകൾ രാവിലെ എണീറ്റിട്ട് ഇന്നത്തെ ഒരു ദിവസേ ഇന്നും അതൊരു രണ്ടാമത്തെ ദിവസം. ജീവിതത്തിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകൾ രാവിലെ എണീക്കുന്നത് തന്നെ അറിയാതെ ഉള്ളിൻ്റെ ഉള്ളിൽ കൂടെ നന്ദി പറഞ്ഞിട്ടായിരിക്കും എണീക്കുന്നുണ്ടാവുക. ഇന്നും നല്ലൊരു ദിവസം, ഇന്നത്തെ ഒരു ദിവസം നല്ലൊരു ദിവസം, ഓക്കെ, നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു മോർണിംഗ് എനിക്ക് കിട്ടി. അറിയാതെ അവർ ഉള്ളിൽ പറയുന്നത് അങ്ങനെയായിരിക്കും. ഈ ഉപബോധ മനസ്സിനെ നമുക്ക്, ഈ ഉപബോധ മനസ്സിന്റെ ശക്തി എന്താണെന്ന് ഞാൻ കാണിച്ചു തരണോ? ഇപ്പം നേരിട്ട് കാണിച്ചു തരണോ? ഓക്കെ, ഈ കൈ ഒന്ന് ഇങ്ങനെ എടുത്തേ. ഇവിടെ ഈ വരല്ലേ, ഈ 2 വരല്ലേ, ഓക്കെ, ഈ 2 വര ഒന്ന് ഇങ്ങനെ വെച്ച് സമമായിട്ടാണോ കൈ നിൽക്കുന്നത്? അല്ലേ കറക്റ്റ് അല്ലേ? ഇനി ഈ കൈ ഇങ്ങനെ വെക്കൂ, ഇടത് കൈ ഇങ്ങനെ വെക്കൂ. ഇതൊന്നും വെക്കണ്ട, ഇത് നോക്കണ്ട, ഇത് ഇടത് കൈനോട് പറയൂ, ഞാൻ എൻ്റെ സബ് കോൺഷ്യസ് മൈൻഡിനെ പരിപൂർണമായിട്ടും വിശ്വസിക്കുന്നു. ഓക്കെ, എൻ്റെ ഇടത് കൈ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്നത് മനസ്സിൽ കാണുക. നിമി മനസ്സിൽ കണ്ടോ? എൻ്റെ ഇടത് കൈ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ആ ഗ്രോ ചെയ്യുന്നതിൻ്റെ പാർട്ടായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇങ്ങനെ ഒരു ഹീറ്റൊക്കെ ഇങ്ങനെ വന്ന് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇങ്ങനെ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കാണണം കേട്ടോ. അത് ആ വിഷ്വലായിട്ട് ഇങ്ങനെ അതിങ്ങനെ വളരെ മൈന്യൂട്ടായിട്ട് ഇങ്ങനെ ഗ്രോ ചെയ്യുന്നത് കാണണം. ഓക്കെ, എന്നിട്ട് കൈ എടുക്കുക. നേരത്തെ അതേപോലെ തന്നെ കൈ ഇങ്ങനെ വയ്ക്കുക, വെച്ച് വയ്ക്കുക. ഗ്രോ ചെയ്ത കൈ താഴെ കിടക്കുന്നു, മറ്റേത് ഗ്രോ നമ്മൾ അറിയാതെ നമ്മുടെ കൈ മൂവ് ചെയ്യുന്നു, റൈറ്റ്? അതല്ലേ മൈക്രോ മൂവ്മെന്റ്, നമ്മുടെ മൈക്രോ മൂവ്മെന്റ് പോലും നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അല്ല, ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഫ്യൂച്ചറിനൊക്കെ ഇതിനറിയാം. ഓക്കെ, ഇതിന്റെ ക്ലാരിറ്റി കൂട്ടാന്നുള്ള മറ്റേ പ്രേതത്തില് ജയസൂരി പറയുന്നില്ലേ, എനിക്ക് മെന്റലിസത്തിന്റെ അല്ല, പ്രേതത്തിൽ പറയുന്നില്ലേ, അത് എൻ്റെ മുന്നിലുള്ളതിനെ എനിക്ക് കാണുന്നുണ്ട്, കാര്യം എൻ്റെ മുന്നിൽ ട്രാഫിക് ഇല്ലേ, നിങ്ങളുടെ മുന്നിൽ ട്രാഫിക് ഉണ്ട്. നമ്മളുടെ സബ് കോൺഷ്യസിന്റെ മുന്നിൽ, പല ആളുകളുടെയും സബ് കോൺഷ്യസ് മൈൻഡിന്റെ മുകളിൽ ബഗ് ഇങ്ങനെ നിറഞ്ഞ് തുളുമ്പി ഇങ്ങനെ നിൽക്കുകയാണ്. ഓക്കെ, അതിനെ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇൻറ്റ്യൂഷൻ എന്തും വർക്കാകും. നിങ്ങൾ പഴയ കാലത്ത് അന്ന് ചെയ്യണമെന്ന് ആഗ്രഹിച്ച കാര്യം, ഓക്കെ, നിങ്ങളുടെ ഉള്ളിൽ ഈ പറയുന്ന ഇൻറ്റ്യൂട്ടീവ് തോട്ട് എന്താണ്, അത് ചെയ്താൽ മോശമായിരിക്കും എന്നൊരു ട്രിഗറിങ്സ് ഉള്ളിലുണ്ട്. പക്ഷെ നമ്മൾ ചെയ്തു, ഓക്കെ, അപ്പം നല്ലതാ എന്ന് പറഞ്ഞിട്ട് ചെയ്തു. ഇത് പ്രശ്നമായിട്ട് പിന്നീട് സംഭവിച്ചിട്ടുണ്ടോ ഇല്ലയോ? ചിലതൊക്കെ. പക്ഷെ എൻ്റെ ഏറ്റവും എനിക്ക് തോന്നുന്നു ചെറിയ കുട്ടിയായിരിക്കുമ്പോഴാണ് നസ്രിയ അവരൊക്കെ ഷോ ചെയ്യുന്നത് ആങ്കർ ആയിട്ട്. അപ്പൊ ആ ടൈമിൽ എൻ്റെ ഒരു പ്ലേസിൽ നിന്ന് ഒരു ആക്സസ് ഇല്ല, മീഡിയ ഫീൽഡ് ഒന്നുമില്ല. ആ ടൈമിൽ ഞാൻ ആഗ്രഹിച്ചാണ് ആങ്കർ ആകണം എന്നുള്ളത്. ചെറിയ പ്രായത്തില്, എനിക്ക് തോന്നുന്നു 7 വയസ്സിലും ചെറുതായി. അത് ആഗ്രഹങ്ങൾ, ഞാൻ ചോദിക്കുന്നത് അതാണ്. ആ ടൈമിൽ എനിക്ക് ഈ ഒരു വിഷ്വൽ എനിക്ക് ആകും എന്നൊരു ഇൻട്യൂഷൻ ഉണ്ടായിരുന്നു ആ ചെറിയ പ്രായത്തില്. നടന്നില്ലേ? അത് പിന്നെ ഞാൻ ഒരാളെ കാണുമ്പോൾ തന്നെ 1 മാസം 8 മാസം നമ്മൾ അടിച്ചു പിരിയാനാണ് സാധ്യത, ഇങ്ങനെയൊക്കെ എനിക്ക് കണ്ട ആ മൊമെന്റ് തോന്നാറുണ്ട്. ചില ആൾക്കാരുടെ മുഖം കാണുമ്പോൾ തന്നെ അടിച്ചു പിരിയാൻ. അതെ, അത് അതേപോലെയൊക്കെ നടന്നിട്ടുണ്ട്. പക്ഷെ ഞാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്യണ്ട, എന്തെങ്കിലും പ്രത്യേകിച്ച് എന്ത് ചെയ്യാന്, നിങ്ങളുടെ ഉപബോധ മനസ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അടിച്ചു പിരിയാൻ വേണ്ടിയിട്ട്. ഞാൻ ചിന്തിച്ചു, ഓക്കെ, പുള്ളിക്കാരൻ പുറത്തോട്ടേക്ക് പോയിട്ട് അതിനുള്ള എല്ലാ ഇൻഫ്രാസ്ട്രക്ചർ അവിടെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ കോൺഷ്യസ് മൈൻഡിനല്ലേ ഇത് അറിയാത്തുള്ളൂ. സബ് കോൺഷ്യസ് മൈൻഡ് ഇതിന്റെ പണികളൊക്കെ ഇങ്ങനെ എടുത്തോണ്ടിരിക്കുന്നുണ്ട്. കാര്യം അത്രമേൽ കപ്പാസിറ്റി ഉണ്ട്. ഇപ്പൊ ഞാൻ നേരത്തെ കാണിച്ചപ്പോൾ ഒരു ഇത് കാണിച്ചില്ലേ, ഒരു ഇതും വലുതായതൊന്നല്ല, നമ്മൾ പിന്നീട് വെക്കുന്ന സമയത്ത് ഇത് വലുതാകണം എന്നുള്ള, അങ്ങനെ കാണണം എന്നുള്ള രീതിയിലേക്ക് നമ്മുടെ ഉപബോധ മനസ്സ് അതിനെ സെറ്റിൽ ചെയ്യിപ്പിച്ചതാണ്. അല്ലേ? നടന്നില്ലേ? നിനക്കും നടന്നില്ലേ? ഞാൻ വേറൊരു കാര്യം ചോദിച്ചോട്ടെ, ഇത് ഇപ്പം എന്ത് കോഴ്സായിരുന്നു ആക്ച്വലി ഈ മാനിഫെസ്റ്റേഷൻ റിലേറ്റഡ്, സൈക്കോളജി അങ്ങനെ എന്തെങ്കിലും ആണോ? ഞാനോ? എഡ്യൂക്കേഷൻ ഞാൻ ഒരുപാട് സർട്ടിഫിക്കേഷൻസ് എടുത്തിട്ടുണ്ട്. ഓക്കെ, ഞാൻ ഗ്രാജുവേഷൻ കഴിഞ്ഞതിന് ശേഷം ഒരുപാട്
ഈ ഡിപ്ലോമാസ് ഒരുപാട് ഡിപ്ലോമാസ് എടുത്തിട്ടുണ്ട്, ന്യൂട്രീഷൻ ബേസ് ചെയ്തിട്ടുള്ള ഡിപ്ലോമാസ്, വെൽനസ് റിലേറ്റ് അല്ല ചെയ്തിട്ടുള്ള ഈ മെന്റലിസം ഇതൊക്കെ പഠിച്ചിട്ടുള്ള മെന്റലിസം. കുറച്ച് നേരത്തെ ഒരു സംഭവം കാണിച്ചിരുന്നു. അതുകൊണ്ട് എനിക്ക് എന്താണ് ഇതിന്റെ ട്രിക്ക് എന്ന് അറിഞ്ഞാൽ കൊള്ളാന്നുണ്ട്. ഒരു മെന്റലിസ്റ്റിനെ കിട്ടി അവർ പറഞ്ഞു തരില്ല, ബിക്കോസ് അവരുടെ ബിസിനസിനെ അത് ബാധിക്കുമല്ലോ. ഞാനും പറഞ്ഞു തരില്ലല്ലോ, എന്റെ ബിസിനസിനെ അത് ബാധിക്കില്ല. ജസ്റ്റ് ട്രിക്ക്. ഓക്കെ, അത് മെന്റലിസ്റ്റ് ഒരു നമ്മൾ ഈ പണ്ട് കൺകെട്ട് വിദ്യ മാജിക്കിനെ പറയുന്ന പോലെ ഒരു ട്രിക്ക് അല്ലേ? എങ്കിൽ ഒരെണ്ണം കൂടെ ഒരു സംഭവം കൂടെ നേരത്തെ കാണിച്ചത് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എന്തെങ്കിലും കാണിക്കും. ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എന്തെങ്കിലും കാണിക്കണം. ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കൊള്ളാലോ, ഇത് ഞാൻ തീരെ പ്രതീക്ഷിക്കാത്തതാണ്. അതെ, എനിക്ക് അറിയില്ല. ഈ ഞാനിങ്ങനെ സൈക്കോളജിസ്റ്റിനോട് സംസാരിച്ചിട്ടുണ്ട്. ഒന്ന് നിമ്മി ഒരു 10ന്റെയും 100ന്റെയും ഉള്ളിലുള്ള ഒരു സംഖ്യ ആലോചിച്ചു. ആ ഒരു ലിസ്റ്റിലുള്ള വല്ല ആക്ടേഴ്സിന്റെ നീ വിടുകയാ. ഇത് പറയേ, നിന്റെ 10ന്റെയും 100ന്റെയും ഉള്ളിലുള്ള ഒരു സംഖ്യ ആലോചിക്കും. പറഞ്ഞു. 22. എത്രയാ? 22. ഓക്കെ, ഞാൻ ഒരു ലിസ്റ്റ് നേരത്തെ ഈ ലിസ്റ്റിലുള്ള ലിസ്റ്റ് എനിക്ക് വേണ്ട. ലിസ്റ്റ് എനിക്ക് പിന്നെ ഞാൻ ഒരാള് തന്നതാ. ആരാ തന്നത്? ഞാനൊരു ഇന്റർവ്യൂവിന് പോയിരുന്നപ്പോ ഒരു മെന്റലിസ്റ്റ് ആയിരുന്നു ഉണ്ടായിരുന്നെ. ആ ലിസ്റ്റ് അതിന് മുന്നേ ഞാൻ വേറൊരു മെന്റലിസ്റ്റിനെ കണ്ടപ്പോഴും ഈ ലിസ്റ്റ് തന്നായിരുന്നു. അതാ ഞാൻ പറഞ്ഞത്. ഇതാ ഇതില് ആ 22ാമത്തെ നമ്പർ ഒന്ന് എടുത്തേ. ഓ, ഞാൻ എണീക്കണം. മനസ്സിലാലോചിച്ചാ മതി കേട്ടോ. ഓക്കെ, മനസ്സിലാലോചിച്ചാ മതി. എന്നിട്ട് ഇങ്ങോട്ട് ഇതാ. ഞാൻ കണ്ടിട്ടില്ലല്ലോ. ഇല്ല, ഞാൻ ഹൈഡ് ചെയ്തു. ഓക്കെ, മെന്റലിസം ട്രിക്ക് കാണിക്കാൻ പറഞ്ഞുകൊണ്ട് കാണിച്ചു മാത്രമേ. ഞാൻ ഈ ഇന്റർവ്യൂവിൽ ഇതൊന്നും കാണിക്കാൻ വേണ്ടിയിട്ട് വന്നതല്ല. ഓക്കെ, കണ്ടല്ലോ, ആലോചിച്ചല്ലോ. റിപ്പീറ്റഡ്ലി ഇങ്ങനെ മനസ്സിലിങ്ങനെ ആലോചിച്ച് ആളെ റിപ്പീറ്റഡ്ലി എന്നും എന്റെ മനസ്സിലുള്ള ആണല്ലോ. റിപ്പീറ്റഡ്ലി ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കും. ടൊവിനോ തോമസ്, ടൊവിനോ തോമസ്, ടൊവിനോ തോമസ്, ടൊവിനോ തോമസ്. എങ്ങനെ വന്നാലും നമ്മൾ ടൊവിനോ തോമസിൽ ഒന്ന് വന്നിട്ട് ഇനി ഒന്ന് വാട്സപ്പ് ഓപ്പൺ ചെയ്ത്. എത്ര മണിക്കാണ് ഞാനത് അയച്ചത്? 11:14. ഇപ്പൊ 12 എത്ര മണിക്ക് അയച്ചത്? 11:14 AM. ഇപ്പഴാ സമയം? ഇപ്പം 12:02 PM. എങ്ങനെയുണ്ട്? പോരെ? മെന്റലിസം ഇപ്പൊ ഞാൻ 22 അല്ല വേറെ നമ്പർ പറഞ്ഞിരുന്നെങ്കിൽ അതിലോട്ട്. ഇത് അങ്ങനെയല്ല, ഇത് പ്രപഞ്ച സത്യം എന്നൊക്കെ പറയുന്ന പോലെ എല്ലാവർക്കും ഞാനും ടോവിനായിട്ടുള്ള ബന്ധം എല്ലാവർക്കും അറിയാം. സംഭവം എങ്ങനെയുണ്ട്? സംഭവം നന്നായിട്ടുണ്ട്. ഇത്രയൊക്കെ ഞാൻ ടോവിനോ തോമസ് ഇങ്ങനെ പറഞ്ഞോണ്ടിരുന്നോണ്ട് ഈ വീഡിയോന് താഴെ ടോവിനോ തോമസ് കമന്റ് ചെയ്യണം. അതിന്റെ ഇടയിൽ കൂടെ അല്ലേ ടോവിനോ തോമസ് കമന്റ് ചെയ്താലേ ഞാന് ടോവിനോ തോമസ് കമന്റ് ചെയ്താൽ ഞാൻ ഈ പരിപാടി നിർത്തുന്നൊന്നും പറയണ്ട. അങ്ങനെ നെഗറ്റീവായിട്ടൊന്നും നമ്മൾ പറയണ്ട. ഞാൻ നിർത്തത്തില്ല. അതെ അതെ ഓക്കെ. അപ്പോ CR വൈശാഖിന്റെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടാവും അല്ലേ? എനിക്ക് തോന്നുന്നു ക്ലാസ്സസ് ഒക്കെ നടത്തായിരിക്കും. പോസിറ്റീവ് ഒരുപാട് പേര് ഉണ്ടാവുമല്ലോ. അപ്പൊ ഇതില് ജോയിൻ ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് ലൈഫിൽ വന്ന മാറ്റങ്ങൾ അവര് പോസിറ്റീവ്ലി ഞാൻ 2 രീതിയിലാണ് സെഷൻ നടത്തുന്നത്. ഒന്ന്, എനിക്ക് എല്ലാവരോടുള്ളൊരു അഡ്വൈസ്, നിങ്ങൾ മൈൻഡ് റിലേറ്റ് ചെയ്തിട്ടുള്ളയോ എന്ത് ആണെന്നുണ്ടെങ്കിലും നിങ്ങൾ യൂട്യൂബിനെയും ഇൻസ്റ്റാഗ്രാമിനെയും ഫേസ്ബുക്കിനെയും ഗുരുക്കന്മാരായിട്ട് കാണരുത്. ഓക്കെ, പല ആളുകളും ചെയ്യുന്നൊരു കാര്യമാണിത്. എന്ത് കാര്യമാണെന്നുണ്ടെങ്കിലും ഓക്കെ, റെഫറൻസിന് ഇതൊക്കെ നല്ലതാണ്. ഏതെങ്കിലും ഒരു മെൻറ്ററുമായിട്ട് കണക്ട് ചെയ്യണം. ഓക്കെ, മെൻറ്ററായിട്ട് കണക്ട് ചെയ്യുമ്പോഴും തന്നെ ആദ്യം തന്നെ കൊണ്ടുപോയിട്ട് ലക്ഷങ്ങൾ കൊണ്ട് കൊടുക്കരുത്. സീരിയസ്ലി പറയാണ്. ഓക്കെ, നമ്മൾക്ക് കണക്റ്റഡ് ആകുമെന്ന് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളെ ഇൻറ്റ്യൂഷൻസ് എല്ലാത്തിലും വർക്ക് ആകുന്നുണ്ടാവും. നമ്മൾക്ക് കണക്റ്റഡ് ആകുമെന്ന് ഫീലിങ്സ് കിട്ടുന്ന ആളുകളുമായിട്ട് മാത്രമേ നമ്മൾ അസോസിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പാടുള്ളൂ. അതിപ്പം എന്നിട്ട് എൻ്റെ മുന്നിലിരിക്കുന്ന ഒരാൾക്ക് കണക്റ്റഡ് അല്ലെങ്കിൽ വരരുത്, ഇതാണ് ഞാൻ പറയുന്നത്. ഓക്കെ, ഞാൻ നടത്തുന്ന സെഷനിലേക്ക് ഞാൻ ഇൻവൈറ്റ് ചെയ്യുന്ന സമയത്ത് എൻ്റെ വീഡിയോസ് കണ്ടിട്ട് ഇംപ്രസ്ഡ് ആയിട്ട് തന്നെയാണ് ആളുകൾ വരുന്നത്. 40-45 ലക്ഷം ആളുകൾ എല്ലാ മാസത്തിലും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ട് അതിൽ നിന്നും കുറേ ആളുകൾ റിപ്പീറ്റഡ്ലി ഇത് കാണുന്ന സമയത്ത് വീഡിയോ സെഷനിലേക്ക് വരുന്നത്. ഞായറാഴ്ചയാണ് എൻ്റെ ലൈവ് സെഷൻ വരാറുള്ളത്. എല്ലാ ഞായറാഴ്ചയുമാണ് ലൈവ് സെഷൻ ഉണ്ടാകുക. രാവിലെ 9 മണി മുതൽ 12 മണി വരെ. അതിൽ നമ്മൾ കൃത്യമായിട്ട് അവർക്ക് ഇത് എന്താണെന്ന് പഠിപ്പിച്ചു കൊടുക്കും. എന്ത് ബഗ്ഗാണ്, മാനിഫെസ്റ്റേഷൻ ടെക്നിക്സ് ഞാൻ തന്നെ എൻ്റെ ഇൻസ്റ്റഗ്രാം വീഡിയോയിലും യൂട്യൂബിലും ഫേസ്ബുക്കിലായിട്ട് ഒരുപാട് എണ്ണം ഇട്ടിട്ടുണ്ട്. പക്ഷെ ചില ആളുകൾക്ക് ഇത് ശരിയാവുന്നുണ്ട്, ചില ആളുകൾക്ക് നടക്കുന്നില്ല. എന്തുകൊണ്ടാണ്? അത് ഞാൻ നേരത്തെ പറഞ്ഞ സയൻസ്. ഇപ്പം നമ്മൾ സംസാരിച്ചതിൽ കുറേ സയൻറ്റിഫിക് ആയിട്ടുള്ള ഫാക്ടേഴ്സാണ് നമ്മൾ സംസാരിച്ചത് അല്ലേ? ഈ സയൻസ്
എന്താണെന്നുള്ളതും എന്തുകൊണ്ടാണ് ഇത് നടക്കാത്തതും എന്നുള്ള ഒരു കൃത്യമായിട്ടുള്ള ക്ലാരിറ്റി നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കും, അവിടെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കും. പഠിപ്പിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കലി നമ്മൾ ചെയ്യിപ്പിച്ചിട്ട് നിങ്ങൾ ഇവിടെയാണ് നിൽക്കുന്നത് എന്നുള്ളത് അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കും. അഗൈൻ ഈ 3 മണിക്കൂറിനെ കൊണ്ട് ഈ വലിയ സാധനം പഠിപ്പിച്ച് തീർക്കാൻ വേണ്ടിയിട്ട് കഴിയുമോ? ഇല്ലല്ലോ. കൃത്യമായിട്ട് എല്ലാ ഡൗട്ട്സും ഞാൻ ആ സെഷനിൽ തന്നെ പറഞ്ഞ് അവർക്ക് 12 മണി വരെയാണ് സെഷൻ എന്നെങ്കിൽ പോലും ചില ദിവസങ്ങളിലൊക്കെ 2:30 മണി വരെയൊക്കെ സെഷൻ നീണ്ടു നിൽക്കാറുണ്ട്. 12 മണി വരെ കണ്ടന്റ് അവസാനിക്കും. അവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് ഡൗട്ട് ചോദിച്ചുകൊണ്ടേയിരിക്കും. നമ്മളിങ്ങനെ എല്ലാവരുടെയും ഡൗട്ട് ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കും. അതിൽ നിന്നും പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു കുറച്ച് ശീലങ്ങൾ. ഓക്കെ, ആ ശീലങ്ങളെ നമുക്ക് പണ്ട് പറഞ്ഞു കൊടുക്കാനേ പറ്റുള്ളായിരുന്നു. ഓക്കെ, ആ ശീലങ്ങൾ ചെയ്യിപ്പിക്കാൻ ഈ ഒരു പുതിയൊരു ശീലം ഉണ്ടാകണമെങ്കിൽ നമുക്ക് ഒരു 66 മുതൽ 90 ദിവസത്തെ പ്രാക്ടീസ് വേണം. ആ പ്രാക്ടീസ് ഉണ്ടെങ്കിലേ അത് ശീലമായിട്ട് മാറുകയുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു സപ്പോർട്ട് എന്നുള്ള രീതിയിലേക്ക് ഞാൻ മോർണിംഗിൽ ഒരു കമ്മ്യൂണിറ്റി റൺ ചെയ്യുന്നുണ്ട്. അതിലേക്ക് ഞാൻ അവരെ കൊണ്ടുവരും, താല്പര്യമുള്ളവർക്ക് മാത്രം. എന്നെ കൂടെ തന്നെ ഇരുന്ന് പഠിക്കണമെന്ന് താല്പര്യമുള്ള ആളുകൾക്ക്. എന്നിട്ട് അവരെ കൊണ്ട് കൃത്യമായിട്ട് ആ ശീലങ്ങൾ ഉണ്ടാക്കിപ്പിക്കും. ഇതിൻ്റെ ഗ്യാപ്പിൽ തന്നെ ഇവരുടെ ഗ്രോത്ത് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇപ്പം ഞാനൊരു പുതിയൊരു ആപ്പ് ലോഞ്ച് ചെയ്യുന്നുണ്ട്. ആ ആപ്പിൽ ഓരോ ദിവസം നമ്മളുടെ ശീലങ്ങളെ ഇവാലുവേറ്റ് ചെയ്തിട്ട് അതിനെ ഗ്രോ ചെയ്യിപ്പിക്കാനും അതിനെ അനലൈസ് ചെയ്യാനുള്ള കാര്യങ്ങളടക്കം എൻ്റെ ആ ആപ്പിൽ വരാൻ വേണ്ടി പോകുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ തന്നെ തോളോട് തോൾ ചേർന്ന് നിന്നിട്ട് ഇവരെ കൊണ്ട് അത് തെറോലി പ്രാക്ടീസ് ചെയ്യിപ്പിക്കും. പല കാര്യങ്ങളുണ്ട്. അപ്പോൾ കാര്യങ്ങൾ കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്യിപ്പിക്കും. എന്നിട്ട് ഒരു നല്ല ശീലത്തിൻ്റെ ഒരു കൂട്ടം നല്ല ശീലത്തിൻ്റെ ഉടമയാക്കും. നല്ല കൃത്യമായിട്ട് അവരുടെ ഗോൾ വിഷൻ എന്താണോ അതിനെ വളരെ ക്ലാരിറ്റിയിലേക്ക് എത്തിച്ചു കൊടുക്കും. ഓക്കെ, ഇപ്പം 1 വർഷം 2 വർഷം 3 വർഷം 4 വർഷമൊക്കെ ആയിട്ട് എൻ്റെ കമ്മ്യൂണിറ്റിയിൽ പാർട്ടായിട്ടുള്ള ആളുകൾ ഇപ്പോഴും തുടർന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അവർ തുടരുന്നുണ്ടെങ്കിൽ അതിൻ്റെ റീസൺ എന്താണ്? അവർക്ക് അൾട്ടിമേറ്റ്ലി അതിൻ്റെ ഗ്രോത്ത് ഉണ്ട്, സന്തോഷമുണ്ട് എന്നുള്ളതിനെ കൊണ്ടാണല്ലോ. ഓക്കെ, അൾട്ടിമേറ്റ്ലി ആ ഗ്രോത്ത് ഉള്ളതിനെ കൊണ്ട് അവർ തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ പറഞ്ഞിട്ടുള്ള ഒരുപാട് ആളുകളിലേക്ക് എത്താൻ വേണ്ടി കഴിഞ്ഞിട്ട് ഇനി ഇതൊന്നും ഇല്ലാതെ തന്നെ വീഡിയോ മാത്രം കണ്ടിട്ട് ഗ്രോ ചെയ്ത ആളുകളുണ്ട്. മെസ്സേജ് അയക്കാറുണ്ട്. ഏതോ ഒരു കുട്ടിയുണ്ട്, അവള് ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് അയക്കാറുണ്ട്. പല വീഡിയോസ് എനിക്കൊരു ഇൻസ്പിറേഷൻ കിട്ടുക, ഒരു കിക്ക് കിട്ടുക എന്ന് പറഞ്ഞില്ലേ, അതുപോലെ എനിക്ക് കിക്ക് കിട്ടുന്ന ആളാണ്. പേര് എനിക്ക് ഓർമ്മയില്ല. ഈ പറയുന്ന നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ വർക്ക് ചെയ്യുകയാണെന്ന് തോന്നുന്നു ആ കുട്ടി. അവള് ഒന്നുമില്ലായ്മയിൽ നിന്നും എൻ്റെ വീഡിയോസ് കണ്ടിട്ട് മാനസ ഗുരു എന്നൊക്കെ പറഞ്ഞ പോലെ തന്നെ ഒരു വീഡിയോയിൽ വന്നിട്ട് കമൻറ്റ് ചെയ്തിട്ടുണ്ട്, ഇത് എൻ്റെ ഗുരുവാണെന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ എല്ലാവരോടും പറയാറുണ്ട് ഗുരു എന്നൊന്നും എന്നെ വിളിക്കരുത്. അവർ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ഒരു സാധനം. അവർ വീഡിയോ കണ്ട് ഇൻസ്പയർഡ് ആയിട്ട് ഗോൾ ഫിക്സ് ചെയ്തിട്ട് അച്ചീവ് ചെയ്തവരുണ്ട്. മനസ്സിലായില്ലേ? പക്ഷെ ഒന്നും കൂടി സ്പീഡ് കൂടും. ഒരു മെൻറ്റർ കൂടി ഉണ്ടാകുന്ന സമയത്ത് ഒന്നും കൂടി സ്പീഡ് കൂടും. നമ്മൾ ചെയ്യുന്ന മിസ്റ്റേക്സിനെയൊക്കെ ഇവാലുവേറ്റ് ചെയ്ത് തരാൻ വേണ്ടി പറ്റും. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ചെയ്യുന്നൊരു ചെറിയ മിസ്റ്റേക്ക് പോലും നമ്മളുടെ ഡെസ്റ്റിനിയെ വളരെ മോശമാക്കി മാറ്റും. ഒരു മെൻറ്റർ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്നത് ക്ലാസ്സിൽ ഇരുന്നിട്ട് അവർ എന്ത് ചെയ്യും, തിരുത്തി തരും. അപ്പം നമുക്ക് അതിന്റെ സ്പീഡ് കൂട്ടാം. നമ്മുടെ പേളിമാണിയുടെ കേസ് അപ്പോഴും മെന്റർ എന്ന് പറഞ്ഞ പേളിമാണിയുടെ മെന്റർ എന്ന് പറയുന്നത് പേളിമാണിയുടെ ഫാദർ ആണെന്ന് കേട്ടു. പേളിമാണിയുടെ ഗ്രോത്തിന്റെ അൾട്ടിമേറ്റ് എന്ന് പറയുന്നത് വളർത്തുഗുണാണ്. സീരിയസ്ലി വളർത്തുഗുണാണ്. അദ്ദേഹം പേളിമാണിയുടെ അച്ഛൻ എന്ന് പറയുന്ന വ്യക്തി ഈ ഒരു ഏരിയയിലുള്ള ആളാണ്. പേഴ്സണൽ മെന്റർഷിപ്പ്, മൈൻഡ് കോച്ച് റിലേറ്റ് ചെയ്തിട്ടുള്ള ആളാണ്. സ്വാഭാവികമായിട്ട് ആ വീട്ടിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ, അവരുടെ ചിന്തകൾ, അവരുടെ കമ്മ്യൂണിക്കേഷൻസ് ഒക്കെ എങ്ങനെയായിരിക്കും? ഇങ്ങനെയായിരിക്കും. സ്വാഭാവികമായിട്ട് ആ പേളിമാണി എന്ന് പറയുന്ന വ്യക്തി കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ മുഴുവനും എന്തായിരിക്കും? ഈ പറഞ്ഞിട്ടുള്ള സിറ്റുവേഷനിലായിരിക്കും. ബിഗ് ബോസ് പോലുള്ള വലിയ ഒരു പ്ലാറ്റ്ഫോമിൽ പോയിട്ട് പല ആളുകളും അത്രമാത്രം ഡീഗ്രോ ചെയ്തപ്പോഴും അവിടെ നിന്ന് വന്നിട്ട് തിരിച്ചു വന്നിട്ട് ഇത്ര മാത്രം ഗ്രോ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിത്വമില്ല. അതാണ് ആ മെൻറ്റർ. അച്ഛനാണെങ്കിൽ പോലും ആ മെൻറ്റർ അവരെ അക്സെപ്റ്റ് ചെയ്തു. ആ മെൻറ്റർഷിപ്പിന് വിധേയമായിട്ട് മുന്നോട്ടേക്ക് പോയി. അവർ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള സയൻസാണ് അവിടെ നടന്നിരിക്കുന്നത്. പേളിമാണിയുടെ ലൈഫ് ഭയങ്കര എക്സാമ്പിളാണ്. എൻ്റെ മാനിഫെസ്റ്റേഷനിലൊരു മാനിഫെസ്റ്റേഷനാണ് പേളിമാണിയുടെ സ്റ്റുഡിയോയിൽ പോയിട്ട് ഞാൻ ഇരിക്കുന്നുള്ളത്. ഡെഫിനറ്റ്ലി അത് ഒരു ദിവസം സംഭവിക്കും. ഓക്കെ, ഇത് മാനിഫെസ്റ്റ് ചെയ്തില്ല എന്നുള്ളതല്ല കേട്ടോ, ഇതും മാനിഫെസ്റ്റ് ചെയ്ത് തന്നെയാണ് കേട്ടോ. ഓക്കെ, നിമ്മിയുടെ മാനിഫെസ്റ്റേഷൻ്റെ കൂടുതൽ എൻ്റെ മാനിഫെസ്റ്റേഷൻ. ഓക്കെ.
ഓക്കെ. ഇനി പേളിമണി മാനിഫെസ്റ്റേഷൻ സൂപ്പർ അല്ലേ. എന്നെ അടുത്ത ദിവസം ബേസിലോ ടോവിനോ ഡ്രോപ്പ് ചെയ്യുന്നു. പ്രൊമോഷൻ ഒന്നും ഒഴിവാക്കണ്ട, കഴിഞ്ഞിട്ട് ഞാൻ വെയിറ്റ് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ആ ഒരു വളർത്തു ഗുണം, ആ മെൻറ്റർഷിപ്പ്, അതാണ് അവരുടെ അത്രമാത്രം ആ ഒരു 3 മാസം വളരെ വളരെ ഇമോഷണൽ ട്രോമാസ് കൂടെ അവർ പോയിട്ടുണ്ട്. പക്ഷെ റിക്കവറി സ്പീഡായിരുന്നു, അതെ അച്ചീവ്മെന്റ് സ്പീഡായിരുന്നു. അതെ. ഒരുപക്ഷെ ബിഗ് ബോസിൽ പോയിട്ട് ഗുണമുണ്ടായ ഒരേ ഒരു വ്യക്തി, പോസിറ്റീവായ ഒരേ ഒരു വ്യക്തി പേളിമാണിയാണ്. അല്ല, ഒരുപാട് പേർക്ക് ഗുണം ഉണ്ടായിട്ടുണ്ട്, പക്ഷെ പോസിറ്റീവായിട്ട് എല്ലാവർക്കും അതിൻ്റെതായിട്ടുള്ള ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ടാവുമല്ലോ, ഏത് പ്ലാറ്റ്ഫോം ആണെന്നുണ്ടെങ്കിലും. ഈ പർട്ടിക്കുലർ ഒരു പേളിയുടെ കേസ് പറയുകയാണെങ്കിൽ, ശ്രീനീഷിനെ മാനിഫെസ്റ്റ് ചെയ്തിട്ടാണ് ശ്രീനീഷ് എന്ന ഹസ്ബൻഡിനെ കിട്ടിയത് എന്ന് പേളിമാണി തന്നെ പറഞ്ഞു. എല്ലാം പേളിമാണിയുടെ ഇൻസ്റ്റഗ്രാമിൽ കൃത്യമായിട്ട് അവർ മേടിക്കാൻ വേണ്ടി പോകുന്ന കാറ് BM അതിൻ്റെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, വരാൻ വേണ്ടി പോകുന്നു എന്ന് പറഞ്ഞിട്ട്. കുറേ കഴിഞ്ഞിട്ട് അവർ യാത്ര ചെയ്യുന്ന വണ്ടി അത് തന്നെയാണെന്ന് പറഞ്ഞിട്ട് കാണിച്ചു തന്നില്ല. അങ്ങനെ ഒരുപാട് സാധനങ്ങൾ എൻ്റെ ലൈഫിലൊക്കെ എല്ലാം സംഭവിച്ചത് അങ്ങനെയാണെന്നേ, വ്യക്തമായിട്ടുള്ള ക്ലാരിറ്റി. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു വേഗനാർ എൻ്റെ അടുത്തേക്ക് വന്നത്, ഞാനത് മറന്നുപോയതാ. 16-ാമത്തെ വയസ്സിൽ ചിന്തിച്ച് വളരെ ക്ലാരിറ്റിയിൽ ഞാൻ വിഷൻ ബോർഡൊക്കെ വെച്ചിട്ട് കൃത്യമായിട്ട് ഞാൻ എഴുതി എന്ന് പറഞ്ഞാൽ, കൃത്യമായിട്ട് ഞാൻ മൾട്ടിപ്പിൾ കളർ ഈ പറയുന്ന സ്കെച്ച് പെന്നുകളൊക്കെ എടുത്ത് ആ ഫോട്ടോ ഒക്കെ സംഘടിപ്പിച്ച് ആ 16-ാമത്തെ വയസ്സുകാരൻ ഒരു ഷോറൂമിൽ പോയിട്ട് എനിക്ക് വേഗനാർ വേണം, അതിൻ്റെ ബ്രൗഷർ തരുമെന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ മാനസികാവസ്ഥ എന്തായിരിക്കും? പുച്ഛത്തോടു കൂടി അവർ തരുന്നു, മനസ്സിലായല്ലേ? എന്നിട്ട് അതൊക്കെ വെച്ച് അറേഞ്ച് ചെയ്ത് എൻ്റെ വീട്ടിലെ ചുവരിൽ ഞാനത് ഒട്ടിക്കുന്നു. എല്ലാവരും ചെയ്യുന്നൊരു വേറെ മിസ്റ്റേക്കാണത്, ചേസിങ് എന്ന് പറഞ്ഞൊരു സാധനം ഒട്ടിക്കുന്നു. അപ്പോൾ നേരത്തെ പറഞ്ഞേ, ചില ആളുകൾ കണ്ടത് പ്രശ്നമാകുമെന്ന് ചോദിച്ചല്ലേ, എൻ്റെ വീട്ടിലേക്ക് എൻ്റെ എന്താ പറയുക റിലേറ്റീവ്സൊക്കെ വരുന്ന സമയത്ത് ആ ചെക്കന് ഭ്രാന്താണെന്ന് അമ്മനോട് പറയുന്നു, അമ്മ എന്നോട് ദേഷ്യപ്പെടുന്നു. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ എന്താ പറയുക, നമ്മളുടെ ഫ്രീക്വൻസി താഴത്തോട്ടേക്കാണ് പോകുന്നത്. ഒരു സുപ്രഭാതത്തിൽ ഞാൻ മനസ്സിലാക്കുന്നു, റിയലൈസേഷൻ എന്ന് പറഞ്ഞ പോലെ തന്നെ മനസ്സിലാക്കുന്നു, ആ സാധനത്തിന് ഭദ്രമായിട്ട് മടക്കി ഞാൻ എൻ്റെ ഷെൽഫ് കൊണ്ടുവയ്ക്കുന്നു. പിന്നെ ഞാൻ മറന്നുപോയി. ആ മറന്നു പോയതിലാണ് ഇത് മുളച്ചിട്ട് ചൈനീസ് ബാംബൂ ട്രീ പോലെ ആ വേര് ആ വിത്ത് ആ മണ്ണിലുണ്ടായിരുന്നു, അത് മുളച്ച് ആ സമയമായപ്പോൾ എൻ്റെ കയ്യിലേക്ക് ബമ്പർ പ്രൈസ് ആയിട്ടാണ് വന്നത്. മനസ്സിലായില്ലേ? ഞാൻ മാനിഫെസ്റ്റ് ചെയ്ത എൻ്റെ ബാധ്യത, സീരിയസ്ലി എൻ്റെ 1 കോടി രൂപ ബാധ്യത ഞാൻ മാനിഫെസ്റ്റ് ചെയ്തതാ. കാര്യം എൻ്റെ ചെറുപ്രായത്തിൽ ഈ പറയുന്ന അച്ചീവ്മെൻറ്റ്, ഈ പറയുന്ന ലാഭങ്ങൾ, ഈ പറയുന്ന കമ്പനി, പണിക്കാർ, ഓക്കെ, അവർക്കൊക്കെ നല്ല രീതിയിലേക്ക് സാലറി കൊടുക്കുന്നത്, ഞാൻ പോകുന്ന സമയത്ത് എനിക്ക് എന്തും ലാവിഷായിട്ട് വാങ്ങാൻ കഴിയുന്ന സിറ്റുവേഷൻ, ഈ മൊമെൻറ്റ് തൊട്ടിട്ട് എൻ്റെ ചിന്ത അയ്യോ ഇത് പോകുമെന്നുള്ളതായിരുന്നു എൻ്റെ മാനിഫെസ്റ്റേഷൻ. ആ സമയത്ത് അയ്യോ ഇത് പോകുമോ, ഞാൻ താഴത്തോട്ടേക്ക് വീഴുമോ നടന്നു വീണു. താഴത്തോട്ടേക്കല്ല വീണത്, -1 CR പോയി വീണത്. അത് മാനിഫെസ്റ്റേഷൻ ആയിരുന്നു. അവിടെ നിന്നിട്ട് എനിക്ക് പറയാനുള്ള, നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും എവിടെയെങ്കിലും ഇത്തരത്തിലുള്ള സ്ട്രഗിൾ കൂടെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോളൂ, അവിടെ നിന്ന് എണീറ്റ് നടക്കാൻ വേണ്ടി തീരുമാനിച്ചോളൂ. ഡെഫിനറ്റ്ലി 100% ഡെഫിനറ്റ്ലി നിങ്ങളുടെ ജീവിതത്തിൽ എണീറ്റ് നടക്കാൻ തീരുമാനിച്ച് കുറച്ച് സമയത്തിനുള്ളിൽ അത്ഭുതങ്ങൾ സംഭവിക്കും. എൻ്റെ ജീവിതമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, അത്ഭുതങ്ങൾ സംഭവിക്കും. എന്തായാലും അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. ജീവിതത്തിൽ ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ സാധിക്കാൻ ഒരുപാട് പേര് ആഗ്രഹിക്കുന്നുണ്ടാവും അല്ലേ? അപ്പം നിങ്ങളുടെ ചിന്തകളെയാണ് ഫസ്റ്റ് മാറ്റേണ്ടതെന്ന് നമുക്ക് ഒരു പേഴ്സണൽ കോച്ച് അല്ലെങ്കിൽ പേഴ്സണൽ ഡെവലപ്മെൻറ്റ് കോച്ച് പറഞ്ഞു തരുമ്പം അത് കുറച്ചും കൂടെ ആധികാരികതയുണ്ടല്ലേ അതിൽ. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരുടെയും നല്ല ആഗ്രഹങ്ങൾ, അർഹിക്കുന്ന ആഗ്രഹങ്ങൾ നടക്കട്ടെ. അതിനെ നമ്മളെ സഹായിക്കാനായിട്ട് ഇതുപോലെ നല്ല വ്യക്തികൾ സമൂഹത്തിൽ ഇനിയും ഉണ്ടാവട്ടെ. ഒരുപാട് സന്തോഷം. ഇനിയും കാണണം. ഇനി അടുത്തത് എവിടെയാ? പേളിമാണി ഷോ. അതും സാധിക്കട്ടെ. ഒരുപാട് സന്തോഷം. വലിയ സന്തോഷം. കാര്യം എന്നോട് കുറെ മുൻപ് പറഞ്ഞതാണെന്ന് തോന്നുന്നു അല്ലേ, ഒരു കുറച്ച് മുൻപ് പറഞ്ഞതാണ്, അങ്ങനെ ഒരു ഇന്റർവ്യൂ നമുക്ക് ചെയ്യണം എന്ന് പറഞ്ഞതായിരുന്നു. അത് അതിൻ്റെ കൂടെ തന്നെ പറഞ്ഞിരുന്നു അതെൻ്റെ ഒരു മാനിഫെസ്റ്റേഷനും കൂടിയാണെന്ന് പറഞ്ഞിരുന്നു. ആ മാനിഫെസ്റ്റേഷൻ ഇനിമേൽ സംഭവിച്ചു എന്ന് കാണുന്നതിൽ വലിയ സന്തോഷം. അതോടൊപ്പം തന്നെ നല്ലൊരു ഇൻട്രാക്ഷൻ, ഒരു നല്ല രീതിയിലേക്ക് എനിക്കിതൊരു ഒരു ഇൻ്റർവ്യൂ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല.
ഒരു ചുമ്മാ നമ്മളിങ്ങനെ സംസാരിച്ചിരിക്കുന്ന ഒരു പോലെ ഒരു ഫീലാണ് കിട്ടിയിരിക്കുന്നത്. വളരെ നാച്ചുറലി നമുക്ക് സംസാരിക്കാൻ വേണ്ടി കഴിഞ്ഞു. ഒരുപാട് കാര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോയിട്ടുണ്ട്. വലിയ സന്തോഷം. ഒരുപാട് ആളുകളിലേക്ക് നല്ല ഇൻഫർമേഷൻസ് എത്തി അവർക്ക് നല്ല രീതിയിലേക്ക് ഫ്യൂച്ചർ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കട്ടെ. ഏത് തരത്തിലുള്ള സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ ആ സിറ്റുവേഷൻ ഫേസ് ചെയ്യുന്ന ആളുകളോട് നല്ല രീതിയിലേക്ക് നിങ്ങളുടെ മനോഗതിയെ മാറ്റാൻ വേണ്ടി കഴിഞ്ഞാൽ മാത്രം മതി. നിങ്ങളുടെ ഡെസ്റ്റിനി ബ്യൂട്ടിഫുൾ ആണ്. അതിൽ ഉറച്ചു വിശ്വസിക്കൂ. എല്ലാവർക്കും വലിയ വിജയങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് വിഷ് ചെയ്യുന്നു. താങ്ക് യു സോ മച്ച്.